വെറുമൊരു ദോശ കഴിച്ചതിന് പിന്നാലെ 2 പിഞ്ചോമനകൾ മരണപ്പെട്ടുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത്. ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത എല്ലാവരും കേട്ടത്. അതുപോലെ തന്നെ വെറും 3 മാസം മാത്രം പ്രായമായ കുഞ്ഞ് എങ്ങനെ ദോശ കഴിക്കുമെന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നു. എന്നാൽ ഇപ്പോഴിതാ സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. പ്രാഥമികമായ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് പുതിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നത്. ഈ സംഭവം എല്ലാവരും കരുതിയത് ദാരുണമായ ഒരു ഭക്ഷ്യവിഷബാധ ദുരന്തമാണെന്നാണ്. പുറത്തുനിന്ന് വാങ്ങിയ ദോശമാവ് വില്ലനായി എന്ന തരത്തിൽ എല്ലാവരും അതിനെ നോക്കിക്കാണുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് സംഭവങ്ങളുടെ തുടക്കം. IOC റോഡിലുള്ള ഒരു ഡയറിയിൽ നിന്ന് വിമൽ എന്ന യുവാവ് ദോശമാവ് വാങ്ങുന്നു. അന്ന് രാത്രി തന്നെ അയാൾ അതുകൊണ്ട് ദോശയുണ്ടാക്കി കഴിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ മുതൽ വിമലിന് കടുത്ത ഛർദിയും അസ്വസ്ഥതകളും അനുഭവപ്പെടാൻ തുടങ്ങി. എന്നാൽ അതിന് കാരണം തലേന്ന് കഴിച്ച ഭക്ഷണമാണെന്ന് ആ കുടുംബം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന അതേ മാവ് ഉപയോഗിച്ച് വിമലിന്റെ ഭാര്യ ഭാവനയും ദോശയുണ്ടാക്കി കഴിക്കുകയും 4 വയസ്സുകാരിയായ മകൾക്ക് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് എല്ലാവർക്കും അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നാണ് ഇവർ മൊഴി നൽകിയത്. എന്നാൽ അവിടെ ബാക്കിയായ ചില സംശയങ്ങളെന്ന് പറയുന്നത് 3 മാസം പ്രായമുള്ള കുഞ്ഞ് കട്ടിയുള്ള ആഹാരം കഴിക്കാറില്ല. മുലപ്പാൽ മാത്രമാണ് ആ കുഞ്ഞിന്റെ ആഹാരം. അമ്മയ്ക്ക് ഭക്ഷ്യവിഷബാധയുണ്ടെങ്കിൽ മുലയൂട്ടുന്നതിലൂടെ കുഞ്ഞിനും പ്രശ്നമുണ്ടാകാമെന്ന് കരുതാമെങ്കിലും ഇത്ര പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുമോ എന്നതും സംശയത്തിനിടയാക്കി. കൂടാതെ ആശുപത്രിയിൽ നിന്നും മാതാപിതാക്കളുടെ മൊഴിയെടുത്തപ്പോൾ ഉണ്ടായ പൊരുത്തക്കേടുകളും പോലീസിൽ സംശയം ജനിപ്പിച്ചു. അതുമാത്രമല്ല, വിമൽ വാങ്ങിയ അതേ ബാച്ചിൽ നിന്നും 200ഓളം പേർ മാവ് വാങ്ങി ഉപയോഗിച്ചിരുന്നു. അവർക്കൊന്നും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. അങ്ങനെയാണ് ദോശമാവ് അല്ല വില്ലൻ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഈ സംശയങ്ങളെല്ലാം നിലനിൽക്കവെയാണ് ICUവിൽ കഴിയുന്ന മാതാപിതാക്കളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ച് ലാബ് റിപ്പോർട്ടും പുറത്തുവരുന്നത്. 2 പേരുടെയും രക്തത്തിൽ അലൂമിനിയം ഫോസ്ഫേറ്റ് എന്ന മാരകമായ വിഷാംശത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇത് എലികളെയും മറ്റ് കീടങ്ങളെയും കൊല്ലാൻ ഉപയോഗിക്കുന്ന വീര്യമേറിയ ഒരു വിഷമാണ്. ഇതോടെയാണ് ഇതൊരു സാധാരണ ഭക്ഷ്യവിഷബാധയല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു കൂട്ട ആത്മഹത്യാ ശ്രമമാണോ എന്ന് പോലീസിനിപ്പോൾ സംശയമുണ്ടാക്കുന്നത്. ഇതുകൂടാതെ ഏപ്രിൽ 4-ന് ആദ്യം മരണപ്പെട്ട 3 മാസം പ്രായമായ കുഞ്ഞിന്റെ അന്ത്യകർമ്മങ്ങൾ ഇവർ രഹസ്യമായി നടത്തിയതിന്റെ കാരണവും ദുരൂഹമാണ്. ഇവരുടെ 2ാമത്തെ മകൾ മരിച്ച ശേഷമാണ് ആദ്യത്തെ മരണം പുറലോകം അറിയുന്നത്. പിന്നീട് 7-ാം തീയതി കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. കുട്ടികളുടെ പിതാവിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. കുട്ടികളുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ഫലങ്ങളും ലഭിച്ചാൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും കുടുംബം ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിലാണ്.